ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി കുറുമ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പട്ടാണി കുറുമ റെസിപ്പിയാണ്. ഗ്രീൻ പീസ് അല്ലെങ്കിൽ പട്ടാണി കടല വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെ ദോശയുടെ കൂടെ ഒക്കെ കോമ്പിനേഷൻ വരുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കറി റെസിപ്പിയും കൂടിയാണ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ 1.5 കപ്പ് പട്ടാണിക്കടല ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഇതിപ്പം നല്ല വെള്ളത്തിലാണ് ഇപ്പം ഞാൻ ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ നല്ല വെള്ളം ആയതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾ സോക്ക് ചെയ്ത് വെച്ചാണെങ്കിൽ ഒന്ന് കഴുകിയെടുത്തിട്ട് വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പം പട്ടാണിക്കടല സോക്ക് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിലേക്ക്. പിന്നെ ഒരു പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2 ഇട്ടോളൂ. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ കുറച്ചധികം എടുത്തോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു സവോള, അത് വലിയ കഷ്ണങ്ങളാക്കിയതാണ്. പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് മുങ്ങത്തക്ക വെള്ളം ഇട്ട് കൊടുക്കുക. പിന്നെ മസാലപ്പൊടികളായിട്ട് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി. കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് അത് മുങ്ങത്തക്ക വെള്ളം വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇതൊരു 2 വിസിൽ വരുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള തേങ്ങ ഒന്ന് അരപ്പൊന്ന് റെഡിയാക്കാനുണ്ട്. 1 കപ്പ് തേങ്ങ ചെരുവിയതും പിന്നെ ഒരു 1/2 ടീസ്പൂണോളം വലിയ ജീരകം, ഫെനൽ സീഡ് കേട്ടോ, അതുകൂടി കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. അത് നമ്മൾ ഈ കുക്കറിലുള്ളത് വെന്ത ശേഷം അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. ഞാൻ മുമ്പ് ഒരു പട്ടാണി കടലേൻ്റെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെയാണ്. തക്കാളിയൊന്നും നമ്മൾ ചേർക്കില്ല കേട്ടോ ഈ ഒരു ഗ്രേവിയിലോട്ട്. അപ്പോൾ നമ്മുടെ കടല 2 വിസിൽ വന്നപ്പോഴേക്കും നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ള കറിയാണ്. നമ്മൾ സവോള കനം കുറച്ച് അരിയാനോ വഴറ്റിയെടുക്കാനോ ഒന്നും ആവശ്യമില്ല. പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് 2 വിസിൽ വന്ന ശേഷം പ്രഷറൊക്കെ പോയിട്ട് തുറക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ നന്നായിട്ട് ഒരു നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അതിലോട്ട് നമ്മൾ ഈ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ആയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, ടേസ്റ്റ് നോക്കിയിട്ട്. ഈ ഒരു കറിയിലോട്ട് നമ്മൾ തക്കാളി ചേർക്കൂല കേട്ടോ. അതുപോലെ വേറെ ഗരം മസാലപ്പൊടിയോ അതൊന്നും ചേർക്കൂല. ഇനി വേറൊരു സംഭവം കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കുറുമ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി ഇത് വറവിട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വറവിട്ടിട്ട് നമ്മൾ ഈ ഒരു കറിയിലോട്ട് ഒഴിക്കാണ്ട് വേറൊരു പാനിൽ, നമ്മളിപ്പോൾ കുക്കറിലെല്ലാം ഉണ്ടാക്കിയത്, വേറൊരു പാനിൽ വറവിട്ടിട്ട് അതിലോട്ട് ഈ കറി ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ വേറൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നമ്മൾ ഇത്രയും കുക്ക് ചെയ്തതിൽ വെളിച്ചെണ്ണ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ എണ്ണ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ആദ്യം കടുക് ഒരു 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 ചെറിയ ഉള്ളി കനം കുറച്ചത് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മുളക് പൊടി, പിന്നെ കറിവേപ്പില. ഈ മുളക് പൊടി ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമുള്ളൊരു കളറായിരിക്കും നമ്മുടെ കറിക്ക്. അപ്പം ഇതെല്ലാം കൂടി ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കാം. അപ്പം ആ ചെറിയ ഉള്ളി ഒന്നിങ്ങനെ ഫ്രൈ ആയി ഒന്ന് മൂപ്പ് വരുന്നവരെ ഒന്നിങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കറി റെഡിയാക്കിയല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നങ്ങോട്ട് തിള വരുന്ന സമയത്ത് ഓഫ് ചെയ്തെടുക്കുക. തിളയ്ക്കണം കേട്ടോ. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. എന്നിട്ട് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ പട്ടാണി കുറുമ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക. ഇപ്പം നല്ലൊരു ഓറഞ്ച് കളറിലായിരിക്കും, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, നല്ലൊരു ഓറഞ്ച് കളറായിരിക്കും നമ്മുടെ കറിക്ക്. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കും. വെള്ളം ഇനി ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിക്കാം. ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ്. പിന്നെ ഇനിയിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കൂടുതൽ ഗ്രേവി വേണമെന്നാണെങ്കിൽ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം. കാരണം അത്രയും തിക്കാണ് നമ്മുടെ കറി. അപ്പോൾ നമ്മുടെ പട്ടാണി കുറുമ നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. തിരക്കുള്ള സമയത്തൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.